അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ കുറച്ച് മൂവീസിലൂടെ ഓൾറെഡി നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ളവരാണല്ലോ. അപ്പോൾ ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ എന്താണ് നിങ്ങൾ ക്യാരക്ടേഴ്സ് കിട്ടിയതിൽ ഡിഫറൻസ് തോന്നിയത്? ഞാൻ ഈ മൂവി സത്യം പറയുകയാണെങ്കിൽ എടുക്കുമ്പം ഇതൊരു ശരിക്കൊരു ഫാമിലി ഇതായിട്ട് പറയാം. അനിൽ സാറിൻ്റെ മകളാണ് ഇതിനകത്ത് സാറിനെ ഹെൽപ്പ് ചെയ്ത് അസോസിയേറ്റ് ആയിട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. സാറിൻ്റെ ഒരു മൂവി ഞാൻ 2017 ചെയ്തിട്ടുണ്ട്, ഓവർടേക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ വന്ന കൊല്ലമാണ്, അത് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ആ സമയത്ത് 2017. അപ്പോൾ സാർ എനിക്ക് അതിനകത്ത് ചെറിയൊരു വേഷം തന്നിട്ട് എന്നെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാറിനെ അറിയാം, ആ ഫാമിലിയെ അറിയാം. പക്ഷെ സാറ് വിളിച്ചിട്ട് ഇതിൽ ചെയ്യാൻ പറഞ്ഞപ്പം ശരിക്കും അവരോടുള്ളൊരു ഫാമിലിയോടുള്ളൊരു ഇഷ്ടത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരിക്കലും ഒരു തിയേറ്ററിൽ വരുമെന്ന് അന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ല. ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല, സാർ ഒരു സിനിമ എടുക്കുന്നു, ഒരു ആന്തോളജി മൂവിയാണെന്ന് പറഞ്ഞപ്പം അത് ചെയ്യാൻ വന്നു എന്നുള്ളൂ. സാറിൻ്റെയും ആ ഫാമിലി, സാറിൻ്റെ വൈഫിൻ്റെ ഒരു പ്രീതാണ്, മകൾ അനുപ്രിയാണ് ഇതിനകത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരോടുള്ള ഒരു അടുപ്പം കൊണ്ട് ഇത് ചെയ്തു. പക്ഷെ ഒരു തിയേറ്ററിൽ വരെ സാർ ഇത് എത്തിക്കുന്ന സത്യത്തിൽ ഒട്ടും വിചാരിച്ചിരുന്നില്ല. സാറ് പറഞ്ഞ ക്യാരക്ടർ ചെയ്തു. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ആന്തോളജി മൂവിയല്ല ഇതിനകത്ത്, പക്ഷെ ആ ഒരു സിനിമയിൽ കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു നല്ല റോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് അവരുടെ ഫാമിലി നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ഫാമിലിയാണ്. അച്ഛനും മകളും തമ്മിലൊരു കോർഡിനേഷൻ. ഞാനാണെങ്കിൽ അച്ഛനും എപ്പോഴും ആഡ് ചെയ്തിരിക്കും. ബട്ട് എവറി ലിറ്റിൽ അവള് വർക്ക് ചെയ്യുമ്പോൾ അച്ഛനും മകളുമായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ബോസ് ആൻഡ് അവള് നോട്ട് ചെയ്യും. അവര് തമ്മിലുള്ള കോർഡിനേഷൻ, അമ്മയും ഉണ്ടാവും സെറ്റില്, ഇവര് മൂന്നുപേരും കൂടി. അതൊരു ഫാമിലി തിങ് ആയിരുന്നു ഈ മൂവി സെറ്റിൽ. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത് റിലീസിലോട്ട് വരെ എത്തിയതെന്ന് തോന്നുന്നു. അവൾ തന്നെ എഡിറ്റിംഗ് ചെയ്ത് നമുക്ക് എല്ലാ ഏത് ഷോർട്ട് എവറിത്തിങ്. അനുപ്രിയ എഡിറ്ററും കൂടെയാണ് സാറിന്റെ മോള്. അത് നല്ലൊരു അച്ഛനും മോളും തമ്മിലൊരു കോർഡിനേഷൻ തന്നെയാണ് അത് ഇവിടെ വരെ എത്തിച്ചത്. ഇതുവരെ ചെയ്ത ക്യാരക്ടറിൽ എന്ത് വ്യത്യാസമാണ് ഈ ഫിലിമിൽ? ഇതെനിക്ക് സട്ടിലായിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ക്യാരക്ടർ ത്രൂ ഔട്ട് ഉണ്ട്. എനിക്ക് സട്ടിലായിട്ടാണ് ഇതിൽ പോകേണ്ടത്. എൻ്റെ ഇത് വെച്ച് എനിക്ക് അങ്ങനെ എടുത്ത് പറഞ്ഞു. മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും അവിടെ ഉണ്ട്. എൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ ഞാൻ ത്രൂ ഔട്ട് ഉണ്ട്. നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ സട്ടിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് എൻ്റെത്. ത്രൂ ഔട്ട് ഉണ്ട്, പക്ഷെ സട്ടിൽ ഒരു മാനറിൽ പോകണം. കാരണം എൻ്റെ മക്കള് എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ ആകുമ്പോൾ നമ്മളുള്ള ഒരു വിട്ടുപോകാതെ ത്രൂ ഔട്ടായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ മൂവി ഇങ്ങനെ റിലീസിന് റെഡി ആയിട്ടിരിക്കണം, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രതീക്ഷിക്കാനാണ് അത് ഇതുവരെ എത്തിയത്. ഇനി എന്താന്നുള്ളത് നോക്കിക്കാണാം. എല്ലാവരും വന്നിട്ട് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു മൂവീസ് എടുക്കുന്ന ഒത്തിരി ഡയറക്ടേഴ്സ് കാണും. വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും എടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണണം. അത് കാണണം, എങ്ങനെയാ ഇരിക്കുന്നതെന്നുള്ളതല്ല, അത് കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെയും ആഗ്രഹം. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മൂവി വൻ വിജയകരമാവട്ടെ എന്ന് ആശംസിക്കണം. നിങ്ങളെ ഇനി നല്ല നല്ല റോൾസിൽ ഞങ്ങളുടെ മുന്നിൽ എത്തിയെന്ന് ആശംസിക്കണം. താങ്ക് യു സോ മച്ച്.